മക്കളെ, അങ്ങനെ നമ്മുടെ CM ഗെറ്റ് സ്കോളർഷിപ്പ് UP എക്സാം ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ USS എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങളൊക്കെ വായിച്ചിട്ട് വേഗം ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് മെറ്റീരിയൽ ഡസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കർ ബെസ്റ്റ്? താഴെ പറയുന്ന വസ്തുക്കളിൽ ഏതിലാണ് പ്രകാശം പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രതിപതനം നന്നായി നടക്കുന്നത്? ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, കാർഡ്ബോർഡ്, കളേർഡ് ക്ലോത്ത് ആൻഡ് റൂഫ് ടൈൽ. ഏതാണ്? ഈ പറയുന്ന പ്രകാശത്തിന്റെ പ്രതിപതനം നന്നായി നടക്കണമെങ്കിൽ അത് മിനുസമുള്ള സർഫസിലാണ് എന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ മിനുസമുള്ള സർഫസ് ഏതാണ്? നമ്മുടെ പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആണ്. സോ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ റിഫ്ലക്ഷൻ നടക്കുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ നടക്കുന്നത്, അതാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം. രണ്ടാമത്തേത് റഫ് ആയിട്ടുള്ള സർഫസിൽ നടക്കുന്നത്, ഇതാണ് ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം എന്നൊക്കെ നമ്മൾ പറയും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ ഇസ് 60 ഡിഗ്രി ദെൻ നമ്പർ ഓഫ് ഇമേജ് വിൽ ബി. രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ അപ്പോഴുണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, 360 ഡിവൈഡഡ് ബൈ x മൈനസ് 1. ഇവിടെ x എന്ന് പറയുന്നത് അവിടെയുള്ള ആംഗിൾ ആണ്. അതായത് ഈ ചോദ്യത്തിൽ x എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പൊ എങ്ങനെയാണ് ഉത്തരം വരിക? 360 ഡിവൈഡഡ് ബൈ 16 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി, അതായത് 5 എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വിൽ ബി ദ കളർ ഓഫ് ദി ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ്? ആസിഡിലെ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ഏതാണ്? ബ്ലൂ ആണോ, വൈറ്റ് ആണോ, യെല്ലോ ആണോ, റെഡ് ആണോ? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിൽ ഉള്ള നമ്മുടെ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ഏതാണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ചിത്രം യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം അസിഡിക് സൊല്യൂഷനിൽ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുവാണെങ്കിൽ അത് റെഡ് ആയിട്ട് മാറുന്നുണ്ട്. ബേസിക് സൊല്യൂഷനിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കുവാണെങ്കിൽ അത് ബ്ലൂ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത് ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തും വെക്കുക. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.